എ+ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് Super Absorbent Poppy's Diapers. Skywave Water and Amusement Park, Kakkadampoyil, Valamthood, Malappuram. Shobika Weddings, Kozhikode, Kalyangad, Koilandi, Kuttiyadi, Nilambur. കോഴിക്കോട് കക്കാടംപൊയിലുള്ള ഏദൻ ഗാർഡൻ. ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം, പാലേമാട്, എടക്കര. UDF അധികാരത്തിൽ വന്നാൽ നിലമ്പൂർ ബൈപ്പാസ് ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകുന്നതിന് പ്രഥമ പരിഗണനയെന്ന് ആര്യാടൻ ഷൗക്കത്ത്. വാക്കുപോരാ പ്രവൃത്തിയാണ് വേണ്ടതെന്ന് ബൈപ്പാസ് ഇരകൾ ആര്യാടൻ ഷൗക്കത്തിനോട് വേദിയിൽ ആവശ്യപ്പെട്ടു. 3 പതിറ്റാണ്ട് മുൻപ് തങ്ങൾക്ക് നിലമ്പൂർ ബൈപ്പാസിനായി വിട്ടുനൽകിയ സ്ഥലത്തിന്റെ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിലമ്പൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ പൊതുമരാമത്ത് ഓഫീസിന് മുന്നിൽ നടത്തിവരുന്ന നിരാഹാര സമര പന്തൽ സന്ദർശിച്ച ശേഷമാണ് KPCC ജനറൽ സെക്രട്ടറി ആര്യാടൻ ഷൗക്കത്ത് ബൈപ്പാസ് ഇരകൾക്കൊപ്പം കോൺഗ്രസും താനും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയത്. UDF സർക്കാർ നൽകിയതല്ലാതെ 1 രൂപ പോലും ബൈപ്പാസിന് ഈ സർക്കാർ നീക്കിവെച്ചിട്ടില്ല. UDF സർക്കാർ അധികാരത്തിൽ വന്നാൽ ആദ്യം നൽകുക ബൈപ്പാസ് ഇരകൾക്കുള്ള നഷ്ടപരിഹാരമാകുമെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. നമ്മൾ കൊണ്ടുവന്നുവെങ്കിൽ നമ്മളത് അധികാരത്തിൽ വന്നാൽ നമ്മളത് ആദ്യം ചെയ്യുന്ന പടി അതായിരിക്കും അത് പൂർത്തീകരിച്ചു. ഞാൻ പ്രസംഗിക്കാൻ പറഞ്ഞതല്ല, ഞാൻ വേറെ കാര്യത്തിലൊന്നും പറഞ്ഞതല്ല. ഇവര് 10 പേര് എൻ്റെ വീട്ടിൽ വന്നിരുന്നു, സമരക്കാരെ വന്നിട്ട് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു, എല്ലാം വിശദമായി പറഞ്ഞു. അവരെ മുൻപിൽ ഞാൻ സീനെ വിളിച്ചു, എക്സിക്യൂട്ടീവ് എഞ്ചിനീയറെ വിളിച്ചു, കലക്ടറെ വിളിച്ചു, യഥാർത്ഥ കാരണങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി. അതനുസരിച്ച് അവരോട് പറയുകയും അല്ലേ, അതിൽ പറഞ്ഞില്ലേ, നിങ്ങൾ എൻ്റെ അടുത്ത് വന്നില്ലേ, ആ ഉത്തരവാദിത്വം നിർവഹിക്കാനാണ് ഞാൻ പറഞ്ഞത്. അതിന് ഏതൊരറ്റം വരെ നിങ്ങളവിടെ പറയണമെന്ന് ഏതൊരറ്റം വരെ നിങ്ങൾ സമരവുമായി പോയാലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ഞങ്ങളുണ്ടാവും. ആര്യാടൻ ഷൗക്കത്ത് സംസാരിക്കുന്നതിനിടയിൽ നിലമ്പൂർ വികസന സമിതി ചെയർമാൻ കാപ്പിൽ അഹമ്മദ് കുട്ടി, മജീഷ്യൻ RK മലയത്ത് എന്നിവർ സംസാരം ചുരുക്കണമെന്ന് ആവശ്യപ്പെട്ടു. സമരം കൃത്യസമയത്ത് അവസാനിപ്പിക്കേണ്ടതുണ്ടെന്നും അവർ പറഞ്ഞപ്പോൾ താൻ സമരവേദിയിൽ പ്രസംഗിക്കുന്നില്ലെന്നും തന്നെ ബൈപ്പാസ് ഇരകളിൽ 10ഓളം പേർ വീട്ടിൽ വന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് വന്നതെന്നും ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു. ആദ്യം നമ്മൾ ചെയ്യുന്നത് നമ്മൾ കൊണ്ടുവന്ന പദ്ധതി പൂർത്തീകരിക്കണം. അതിൽ യാതൊരു വോട്ടിന് കാര്യം കൂടെ പറഞ്ഞിട്ടില്ല. വോട്ടിന് കാര്യം അല്ല, ഞാൻ സംസാരിക്കുന്നില്ല. ഞാനൊരു മിനിറ്റ് പറയട്ടെ. RK മലയത്ത്, റഹ്മത്തുള്ള മൈലാടി, കാപ്പിൽ അഹമ്മദ് കുട്ടി, മുജീബ് ദേവശ്ശേരി, സുരേഷ് മങ്ങാട്ടത്തൊടി, നസീറ, ജെയിംസ് മയ്യന്താനി, KP ഉമ്മർ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തോടെ 3 ദിവസങ്ങളായി നടന്നുവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. എ+ വിഷൻ, നിലമ്പൂർ. നിലമ്പൂർ ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനവും ഉത്സവവും ഫെബ്രുവരി 5 മുതൽ 9 വരെ. ഫെബ്രുവരി 5-ാം തീയതി ബുധനാഴ്ച വൈകുന്നേരം 6:30 ഉത്സവ കൊടിയേറ്റ്. തുടർന്ന് ലക്ഷ്മി നാരായണ വാദ്യകലാകേന്ദ്രം വിദ്യാർത്ഥികൾ ഒരുക്കുന്ന പഞ്ചാരിമേളം. 7 മണി മുതൽ നൂപുര കലാക്ഷേത്ര അവതരിപ്പിക്കുന്ന നൃത്തനൃത്യങ്ങൾ. സംവിധാനം ഗിരീഷ് നടുവത്ത്. ഫെബ്രുവരി 6-ാം തീയതി രാവിലെ 8 മണിക്ക് മാതൃസമിതി ഒരുക്കുന്ന സർവൈശ്വര്യ പൂജ. വൈകുന്നേരം 6:30 കോവിലകത്തുമുറി ധ്വനി ടീമിന്റെ തിരുവാതിരക്കളി. 7 മണിക്ക് പോരൂർ ഉണ്ണികൃഷ്ണനും അത്താലൂർ ശിവദാസനും സംഘവും അവതരിപ്പിക്കുന്ന ഡബിൾ തായമ്പക. ഫെബ്രുവരി 7-ാം തീയതി ദീപാരാധനയ്ക്ക് ശേഷം സർപ്പബലി. തുടർന്ന് സംഗീത നാട്യഭവൻ ഒരുക്കുന്ന നൃത്തനൃത്യങ്ങൾ. ഫെബ്രുവരി 8-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 11 മണിക്ക് പ്രസാദ ഊട്ട്. സുധാ ബാലകൃഷ്ണൻ അവതരിപ്പിക്കുന്ന മോഹിനിയാട്ടം. നിലമ്പൂർ സുരേഷും സംഘവും ഒരുക്കുന്ന ഭക്തിഗാന സുധ. തുടർന്ന് കുംഭാട്ടം, കാവടിയാട്ടം. അവതരണം വിനോദ് കുമാർ ആൻഡ് പാർട്ടി. വൈകുന്നേരം 4 മണിക്ക് പഞ്ചവാദ്യത്തോടും കുംഭാട്ടം, കാവടിയാട്ടം, പൂക്കാവടി എന്നിവയുടെ അകമ്പടിയോടും കൂടിയുള്ള ഗജവീരന്റെ നഗര പ്രദക്ഷിണം. പഞ്ചവാദ്യം നയിക്കുന്നത് അങ്ങാടിപ്പുറം ദേവൻ, നന്ദകുമാർ കോങ്ങാട് ആൻഡ് പാർട്ടി.
രാത്രി 9 മണിക്ക് കോട്ടയ്ക്കൽ ബാലനാരായണനും സംഘവും ഒരുക്കുന്ന കഥകളി കുചേലവൃത്തം. ചെട്ടിയങ്ങാടി മാരിയമ്മൻ കോവിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിലേക്ക് ഏവരെയും സഹർഷം സ്വാഗതം ചെയ്യുന്നു.